ഏമണ്ടി സെപ്പണ്ടി ലാദണ്ടി ഏതണ്ടി. നീ എന്നെ ഈ പാടുന്നേ? എടാ ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരത്തെ? ഇതോ പിന്നെ നാട്ടുകാരെ കേൾക്കണ്ട, നീ പാടി പാട്ടേ ഇവിടുത്തെ മുട്ടം തെറിയാ. എന്റെ അമ്മു. എടാ സുരേഷേ, ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമ്മുടെ നാട്. എന്നാ പ്രകൃതി ഭംഗിയാ. പാലങ്ങൾ, തോടുകൾ, പുഴകള്, വയലുകള്, കുളങ്ങള്. കുളങ്ങള്. ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ. അതൊക്കെ പണ്ട്. ഇപ്പൊ ബംഗാളുകാരുടെ നാടാ. ബംഗാളികളുടെ ഇപ്പൊ പറമ്പിൽ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും വീറുന്നത് ഇപ്പൊ ആരാ? ബംഗാളികളല്ലേ? അത് ശരി. നീ ഇപ്പൊ എന്നാ ചെയ്യാ? ഞാൻ ഗവേഷണം നടത്തുവാടാ. ഗവേഷണം നടത്തണോ? എന്നാ ഗവേഷണം? ജോലി എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാം. നിനക്ക് പറ്റിയ പണി അത് തന്നെ. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായല്ലോ നീ. അതും ഇംഗ്ലീഷ്. എടാ ഈ താങ്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയാം. അർത്ഥം എനിക്കറിയാമല്ല, പക്ഷെ എല്ലാരും പറഞ്ഞത് ഞാനും പറയും. എടാ പൊട്ട മണകൊണാഞ്ച, താങ്ക് യു എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്നത്. അത് ടാങ്ക്. ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി. യു എന്ന് പറഞ്ഞാൽ നീ. അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാലോ? നന്ദിനി. സുലോചന. നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു പോകും. ഹിന്ദി അറിയാമോ? ഹിന്ദി നഹിമാലു. എനിക്കൊന്നും അറിയാൻ പറ്റും. കറക്റ്റ്. നീ ഹിന്ദി പഠിച്ചത് നന്നായി. തമിഴ്നാട്ടിൽ ചെന്നാലും നിനക്ക് ജീവിക്കാം. തമിഴ്നാട്ടിൽ ഞാൻ ഹിന്ദിയാണോ? കന്നഡയല്ലേ? അല്ല, അറബി. വായിക്കണോ? 10 മണിക്കാ ട്രെയിൻ. ഇപ്പൊ 9 മണിയായി. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു, വീട്ടിൽ ചെല്ലുന്നു, ഡ്രസ് മാറുന്നു, 5 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ. ഓക്കെ, പറഞ്ഞപ്പോ തന്നെ 5 മിനിറ്റ് ആയല്ലോ. എടാ 5 മിനിറ്റ് ഉള്ളൂ. നീ കുളിക്കാൻ തുടങ്ങി, ഞാനിപ്പോ റെഡി ആയെന്ന്. ആയിക്കോട്ടെ സുരേഷ്, 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് കുളിച്ചില്ലെങ്കിൽ ഞാൻ പോകും. ഞാൻ റെഡിയാ. ഡയറ്റാണോ വെനിയ? നീ ഈ വക സാധനങ്ങളാണോ മേടിച്ചിരുന്നത്? എന്നെ പോലെ ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്ന നല്ലത്. നല്ല ലൂസ്. എന്നെ പോലെ നിനക്ക് കൊണ്ടില്ലേ സുരേഷേ? ഞാൻ കുളിക്കട്ടോ. ഏമണ്ടി സെപ്പണ്ടി ഏതണ്ടി സൊല്ലണ്ടി. ഇത് പിന്നെ പാടുവാണോ? നീ നാട്ടുകാരുടെ നല്ലോണം ജാഗം കേട്ടോ. പറഞ്ഞേക്കാം. നീ പല്ലി വെച്ചോ? അയ്യോ ശരിയാണല്ലോ. പല്ലി വെച്ചില്ലല്ലോ. ഇല്ലെന്നേ. നീ എങ്കിലും ആ മുടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തേച്ച് വെള്ളം കണ്ടിട്ടില്ലേ കാണിക്കുന്ന കടയും കണ്ടില്ല. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ കുളത്തിന് നിറച്ച് മീനല്ലടാ സുരേഷേ. എടാ ജോണേ, ഈ കടലിൽ ട്രോളിംഗ് പ്രഖ്യാപിച്ചുകൊണ്ടേ മീനല്ലേ ഇപ്പൊ കുളത്തിലേക്കല്ലേ പോന്നേക്കുന്നേ. അമ്മേ, വെള്ളം കണ്ടിട്ടില്ലേ? എടാ അവിടെ നല്ല ആഴമുണ്ടേ. സൂക്ഷിച്ചിരിക്കണേ കേട്ടോടാ. സുരേഷേ, സോപ്പ് വന്നേ, സോപ്പ് വന്നേ. നീ എങ്ങനെയാടാ നീന്തല് പഠിച്ചത്? ഞാൻ തപാല് വഴി. തപാല് വഴിയോ? എഴുത്തിലൂടെ ഇങ്ങനെ എഴുതി ഇറക്കി, ഇങ്ങനെ ഇങ്ങനെ നീണ്ട് കാലിട്ടടിക്കുക, കൈയിട്ടടിക്കുന്നൊക്കെ. ആണോ? ഞാൻ കുളത്തിലാണോ പഠിച്ചത്. ഇത് പിടിച്ചേ. സൂക്ഷിക്കട്ടെ, വളരെ സൂക്ഷിക്കട്ടെ. അന്ന് നിന്റെ കവികൾ ഇത്ര തുടുത്തിട്ടില്ല, അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തിട്ടില്ല, കുത്തിപ്പിഴിയാൻ അറിയില്ല, സോപ്പിടാനും അറിയില്ല, എട്ടുപൊട്ട് തീരിയാത്ത പാവാടക്കാരൻ. എന്നെ സമ്മതിക്കണം. വെളുക്കുന്നില്ല. എടാ നീ ഇപ്പോഴും അരക്കൊണ്ടിരിക്കണോ? 5 മിനിറ്റ് ഉള്ള, അതിനുള്ളിൽ ട്രെയിൻ പോകും. ഞാൻ പോകട്ടോ? എടാ ഇപ്പൊ തീരുവന്ന്, ഞാൻ കയറുവന്ന്. നീ ഇപ്പോഴും അരക്കൊണ്ടിരിക്കണോ? എടാ പോകല്ലേ. എടാ 10 മണിക്ക് ട്രെയിൻ പോകുന്നു. ഇപ്പൊ തീർന്നു, റെഡിയായി വരുവാ. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് 5 മിനിറ്റ് ഉള്ളൂ. ഞാൻ പോവാ. 5 മിനിറ്റ് അല്ലേ? ഞാൻ റെഡി. ഓക്കെ. ഇതെന്നാ തവളയോ? എടാ സുരേഷ്, നീ ഇങ്ങനെ വെള്ളത്തിൽ ചാടിക്കൊണ്ടിരുന്ന എന്റെ ട്രെയിൻ പോകും. വേഗം 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ് അല്ലേ? ഇപ്പൊ എന്താ ഈ വന്നത്? ചേച്ചി. അല്ല, ഇതാരും ജോണോ? എപ്പോ വന്ന് ബാംഗ്ലൂരിന്ന്? ഒരാഴ്ചയായി ചേച്ചി. ഇതെന്തൊരു കോലവാ. പണ്ട് ചക്ക പോലെ ഇരുന്ന ചെക്കനാ. എന്ത് പറ്റി? അതെ, സ്വഭാവം നല്ലതല്ലാത്തോണ്ടേ ബാംഗ്ലൂരിലെ പിള്ളേരെല്ലാം കൂടെ ചൊള അങ്ങ് പറിച്ചെടുത്തു. ഇപ്പൊ മണലേ മാത്രം ബാക്കിയേ ഉള്ളൂ. നീ പോടാ പൂത്താങ്കിരി. നീ പോടാ മണ്ണുണ്ണി. അല്ല ജോണേ, ബാംഗ്ലൂരിലെ പഠിത്തം തീർന്നില്ലേ? ഇല്ല, ഇന്ന് പോണം. ആണോ? ചേട്ടൻ ഇപ്പൊ എവിടെയാ ചേച്ചി? ചേട്ടൻ ഗൾഫിൽ പോയില്ലേ? ചേട്ടൻ ഗൾഫിൽ പോയി. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഗൾഫിൽ ചേട്ടൻ എന്താ ജോലി? അതെ, അവിടുത്തെ വലിയൊരു അറബിയുടെ വണ്ടിയുടെ ഡ്രൈവറാ. അവിടുത്തെ വണ്ടി ഓടിക്കാനേ ലൈസൻസ് ഒക്കെ ഉണ്ടോന്ന്? ലൈസൻസ് ഒന്നും വേണ്ട കുട്ടാ. പിന്നെ കാല്
വയ്യാത്ത അറബിയെ വീൽ ചെയറിനകത്തിരുത്തി റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതിന് എന്തിനാ ലൈസൻസ്? കിണറ്റിൽ വെള്ളമില്ലാത്തോണ്ടാണോ ഇത്രയും തുണി ഇടാൻ ചേച്ചി കുളത്തിലേക്ക് വന്നത്? കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടെന്നേ, എന്നാലും നമ്മുടെ ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഒരു ബാത്റൂമിലും കിട്ടില്ല. അത് ശരിയാ. അപ്പൊ കുളി കഴിഞ്ഞിട്ടേ പോകൂ. പിന്നല്ലാതെ. ജോണേ പുറമൊന്ന് വെച്ചാടാ. ഞാൻ സോപ്പെടുന്നത് ചേച്ചി എഴുത്തൊക്കെ വരാറുണ്ടോ? എഴുത്തല്ല, ഫോൺ. പോയി കുളിക്കടാ. ചേച്ചി ഓ, ഒരുപാട് തുണി കഴുകാനുണ്ടോ? അതൊരു 4-4 നൈറ്റിയും പിള്ളേരുടെ 2-3 ജോഡി ഡ്രസ്സും 10 മിനിറ്റത്തെ പണിയുണ്ട്, അത്രേ ഉള്ളൂ. ഒന്ന് സഹായിക്കുന്നു? സഹായിക്കാം. അയ്യോ വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. സഹായിക്കായിരുന്നു. വേണ്ടതേ. ഡ്രസ് മൊത്തം കഴുകാനാണോ ചേച്ചി? ഞങ്ങൾ ഇപ്പൊ മൊത്തം ഗൾഫാണോ? ജോണേ പോകാനോ? ആ അതെ, ഇവന് ട്രെയിൻ പെട്ടെന്ന് പോകും, ഒട്ടും സമയമില്ലാത്തോണ്ടാ. ഓ. കണ്ടോ കണ്ടോ കണ്ടോ, ദേ, ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല. ചെവിയിലൊക്കെ സോപ്പിരിക്കണ്. അങ്ങനെയൊന്നും കഴിയാൻ ശരിയാവില്ല. പോയോ നോക്കി? ശരിയാവില്ല. നീ ഒരു 10 മിനിറ്റ് പോയി കുളിച്ചിട്ടോ. ചേച്ചി, ചേച്ചിയുടെ പഴയ നമ്പർ മാറിയോ? പിന്നെ ആണോ? ഈ നമ്പറാ. പുതിയ കണക്ഷൻ ഏതാ? കോൺട്രാക്ടർ മോഹനണ്ണൻ. അല്ല, നീ എന്താ അല്ല, ഞാൻ പുതിയ മൊബൈൽ കണക്ഷൻ ഏതാന്ന് ചോദിച്ചേ. അത് എയർബെൽ. എന്റെ എയർബെല്ല. ആണോ? എനിക്ക് എയർബെൽ ടു എയർബെൽ ഫ്രീയാ. ചേച്ചിയുടെ പുതിയ നമ്പർ ഒന്ന് തരുമോ? എന്തിനാ ചേച്ചി നമ്പറൊക്കെ ഇങ്ങനെ മതിൽ എഴുതിയിരുന്നത്? ഓ അതോ, ഒരു ദിവസം എത്രാന്ന് പറഞ്ഞ വായിട്ടലിച്ച് ഇങ്ങനെ നമ്പർ കൊടുക്കുന്നേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വിളിക്കും. അയ്യോ അത് വേണ്ട. പിന്നെ രാത്രി ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചാ മതി. കഴുകി തീരാറായോ ചേച്ചി? ഇപ്പൊ തീരും. ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുവോ? ഒരു തെറ്റിദ്ധാരണ ഇല്ല, നീ ധൈര്യമായിട്ട് പറ. അല്ല അത് പിന്നെ എന്താന്ന് വെച്ചാ പറയടാ. അല്ല അത് ചേച്ചി, അത് പിന്നെ. ഏത് പിന്നെ? അത് പിന്നെ അല്ല അത് പിന്നെ. അയ്യോ, എന്താ പറ്റി? ഇവനായിരുന്നു ഈ കാലമാടന്ന് വരാൻ കണ്ട നേരം. ജോണേ, നിക്ക് 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 നിക്ക്. നീ ഇതുവരെ കുളിച്ചു കഴിഞ്ഞിട്ടില്ലേ? നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ടല്ലേ ഞാൻ കാർ വിട്ട് വന്നിരിക്കണേ. പോണ എനിക്കില്ലാത്ത ധൃതിയാണോ നിനക്ക്? നമ്മുടെ പുതിയ ഹോൺ എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാ. പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ. നമ്മുടെ സുരേഷോട് കുളിക്കണ്ട. സുരേഷ്, നീ പെട്ടെന്ന് കുളി, ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. നീ ഒന്നേ വണ്ടി കുറച്ച് ഡീസൽ അടിച്ച്. 1000 രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചിട്ടുണ്ട്. ഒരു 100 രൂപയ്ക്ക് കൊണ്ട് ഡീസൽ അടിക്കും. ഇനി എന്റെ ആവശ്യമില്ലാന്ന്. നിന്റെ വയറ്റിലേക്കല്ലോ ഡീസൽ അടിക്കുന്ന, വണ്ടിയുടെ ടാങ്കിലേക്കല്ലേ. എടാ, ഇനി എന്റെ ആവശ്യമില്ല. നീ ചെന്നൊരു 100 രൂപ ഡീസൽ അടിക്കും. വേഗം ചെല്ല്. ഒരു വിധത്തിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക്. ചേച്ചി തുണി അലക്കി കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഈ ബക്കറ്റിന്റെ തുണികൾ എണ്ണ പ്രസവിക്കുന്ന കർത്താവേ. അല്ല, നിനക്കെന്തോ ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ട്? ഭാഗ്യം അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും. ആണോ? അതിന് ചേച്ചിക്ക് എന്ത് സൗന്ദര്യ, കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി. എനിക്ക് എനിക്ക് അല്ല എനിക്ക് വേഗം അല്ല പറയടാ. എനിക്ക് ഞാനാണ് സുരേഷ്. കുളി കഴിഞ്ഞു, നമുക്ക് പോവാം. തുണി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. പിന്നെ ഇവന് പോകാൻ ഇത്ര ധൃതിയാ. നമുക്ക് എന്നും കാണാമല്ലോ. ഇവിടെയൊക്കെ സോപ്പ് ആയിട്ടില്ല. അവിടെ ഇവിടെ ആയിട്ടില്ല. അവിടെ ഇല്ല. ഇവിടുന്ന് ആയിട്ടില്ല. നിന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല. വേഗം ചെന്ന് ഒന്നുകൂടെ കുളിക്കും. ചേച്ചി എന്താ? തുണി അലക്കി തീരാറായി. ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഓർമ്മ കൂടെ ഉള്ളൂ. മുണ്ട, ഞാൻ അതലക്കി തരാം. അയ്യോ, എത്ര വേണ്ട നേരെ തുണി ചോളെ. അലക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്നോട് എന്ത് സ്നേഹം. സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല ചേച്ചി. ഈ തുണി അലക്കി കഴിഞ്ഞാ പിന്നെ കുളിക്കാം അല്ലേ? അതെ, വലിയ ഉപകാരമായി. താങ്ക് യു താങ്ക് യു. എന്താ അല്ല, ഭയങ്കര മഴക്കാരുണ്ടല്ലോ. ദേ, അവിടേക്ക് ഇരുണ്ട് ഇരുണ്ട് വരുമ്പോ മഴക്കാറുള്ളപ്പോ കുളിക്കാൻ നല്ല ഇതായിരിക്കും. ഇനിയിപ്പോ ഏതായാലും ബാത്റൂമിൽ പോയി കുളിക്കാം. അതിന് പോയിട്ട് കുളിക്കാന്നാ? അയ്യോ, എന്റെ ട്രെയിനും പോയി, സമയം പോയി, എല്ലാം ജോടെ ട്രെയിനൊക്കെ പോയി. ഇനി എന്നെ തള്ളിയിടല്ലേ. ഇനി ഞാൻ വെള്ളത്തിൽ വീണ തണുത്ത് പറഞ്ഞ് ചത്തു പോയി കുളിക്കണ.